സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. ഈ വർഷം വളരെ അനുഗ്രഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും സമയമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുമസ് എല്ലാ മനുഷ്യർക്കും പൊതുവിൽ ഇഷ്ടമുള്ള സമയമാണ്. ഈവൻ ദൈവവിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ച് പോലും സന്തോഷമുള്ള ഒരു സമയമാണ്. അതിൻ്റെ കാരണം ദീപങ്ങളും അലങ്കാരങ്ങളും പ്രത്യേക ആഹാരങ്ങളും സമ്മാനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിൻ്റെ സമയം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സമയമാണ്. ഒരു പുതിയ പ്രതീക്ഷ, പുതിയ പ്രത്യാശ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരാളുണ്ട് എന്നുള്ള ബോധ്യം ഒക്കെ പകരുന്ന ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ ക്രിസ്തുമസിന് പ്രത്യേകമായിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു പ്രത്യേകമായ ഒരു സന്ദേശം പറയാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോകം മുഴുവൻ യുദ്ധഭീതിയിലും ആണവ യുദ്ധഭീതിയിലൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്, ഒരു കാലമാണ്. മധ്യേഷ്യയിലൊക്കെ പ്രശ്ന സങ്കീർണമാണെന്ന് നമുക്കറിയാം. റഷ്യ ഉക്രൈൻ വാർ അതങ്ങനെ പോകുന്നു. അതുപോലെ പലവിധ അപായ ഭീഷണികൾ, വാണിങ്ങുകളൊക്കെ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത്, അതുപോലെ പല വിധത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, എർത്ത് ക്വേക്സ്, ഇതെല്ലാം നടന്ന് മനുഷ്യർ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ക്രിസ്തുമസിൻ്റെ സന്ദേശത്തിന് ഏത് കാലത്തേക്കാൾ ഒരു വാല്യൂ, ഒരു വിലയുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തുമസിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ക്രിസ്തുവാണ്. ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ലോകരക്ഷിതാവാണ് എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ജാതിമത ഭേദമിന്നെ പ്രശ്നത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഏതൊരു മനുഷ്യനും ആശ്വാസം പകരുവാൻ, വിടുതൽ പകരുവാൻ ഈ കർത്താവിന് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൽ ഞാൻ ചില വാക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവർ, ഈ വാക്യത്തിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ദമ്പതിമാരും ദൈവത്തോട് പ്രാർത്ഥിച്ചായിരിക്കാം ഒരുപക്ഷെ അവർക്ക് മക്കളുണ്ടാകുന്നത്, ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ ആയിരിക്കാം. എന്തായാലും ശരി, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ ചേർന്നാണ് ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ആരംഭം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. കന്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ വിശദീകരണമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയുടെ മേൽ വ്യാപരിച്ചിട്ട് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കുഞ്ഞ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ മുഖ്യ കഥാപാത്രമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് നിസ്തുല്യമായിരിക്കുന്ന ഒരു ജനനമാണ്. അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നതും വളരെ നിസ്തുല്യമാണ്. ലോകത്തിൽ ക്രിസ്തുവിനെ പോലെ ജനിച്ച ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിൻ്റെ സന്ദേശം പോലൊരു സന്ദേശവും ലോകത്തിൽ വേറെ ആർക്കും പങ്കുവയ്ക്കുവാനില്ല. ഏറ്റവും നിസ്തുല്യമായിരിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട, ഏത് മനുഷ്യനെയും സ്വാധീനിക്കുന്ന അതിശയകരമായ സന്ദേശമാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. അത് മനുഷ്യന് ആശ്വാസവും അനുഗ്രഹവും വരുത്തുന്നതാണ്. ഇവിടെ പറയുന്നത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ജനിക്കുന്ന ആളെക്കുറിച്ച് 2 പ്രത്യേക കാര്യങ്ങൾ ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവൻ വിശുദ്ധ പ്രജയാണ്, അല്ലെങ്കിൽ ദ ഹോളി വൺ ആണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ലോകത്തിൽ പാപമില്ലാത്ത മനുഷ്യരാരുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുമാത്രമല്ല, വേദപുസ്തകം വീണ്ടും വായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്,
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നിരിക്കെ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ വിശുദ്ധ പ്രജയാണ് എന്ന് പറഞ്ഞാൽ അവനിൽ തന്നെ വിശുദ്ധിയുണ്ട്, അവൻ വിശുദ്ധനാണ്. വേദപുസ്തകം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്, ദൈവത്തിൻ്റെ ഒരു ഗുണമാണ് വിശുദ്ധി. ആ വിശുദ്ധിയുള്ള ആളാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. പ്രിയമുള്ളവർ, അത് എന്ത് അതിശയമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകല മനുഷ്യരും പാപത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പാപലേശമേൽക്കാത്ത വിശുദ്ധ പ്രജയാണ് എന്ന് ലൂക്കോസ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് ഈ ജനിക്കുന്ന ആളെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് താൻ ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡാണ്. നമുക്കറിയാം സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാക്ഷാൽ ദൈവം എന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ മക്കളാരാണ്? മനുഷ്യരാണ്. കാരണം എന്താണ്? അവരുടെ എസൻസും അവരുടെ നേച്ചറും എല്ലാം മാനുഷികമാണ്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതവൻ്റെ എസൻസ്, അവൻ്റെ സാരാംശം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. സാരാംശത്തിൽ അവൻ സാക്ഷാൽ ദൈവമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകാൽ പ്രസ്താവ്യമാണ്. ഒന്ന്, അവൻ വിശുദ്ധനാണ്, വിശുദ്ധ പ്രജയാണ്. രണ്ട്, ദൈവപുത്രനാണ്. അർത്ഥാൽ അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. ക്രിസ്തുമസ് അങ്ങനെയുള്ള ഒരു പ്രത്യേക സന്ദേശമാണ് ലോകത്തുള്ള സകല മനുഷ്യരോടും പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സന്ദേശം ലോകത്തിൽ വേറെ ആർക്കും പറയുവാനായിട്ടില്ല. സാക്ഷാൽ ദൈവമായവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്നു, അവൻ വിശുദ്ധനാണ്, അവൻ ദൈവപുത്രനാണെന്നുള്ളൊരു സന്ദേശം ലോകത്തിൽ വേറെ ആർക്കാണ് പറയാനുള്ളത്? അത് ക്രിസ്തുമസിനാണ് പറയാനുള്ളത്. ശരി, മൂന്നാമത് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ക്രിസ്തു ലോകത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഈ ക്രിസ്തുമസ് കൊണ്ട് വാസ്തവത്തിൽ എന്താണ് ഉദ്ദേശം ഇരിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. പ്രിയമുള്ളവരെ, എന്താ യേശു എന്ന് പറഞ്ഞാൽ? ആ വാക്കിൽ തന്നെ ക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ വ്യക്തമായ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലോർഡ് ഈസ് സാൽവേഷൻ, കർത്താവാകുന്ന രക്ഷ എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രക്ഷിക്കുന്നവൻ, രക്ഷിക്കാനായിട്ട് ലോകത്തിലേക്ക് വന്നവൻ എന്ന അർത്ഥമാണ് വാസ്തവത്തിൽ യേശു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ യേശുവ എന്ന് പറയുന്ന വാക്കിൻ്റെ ഗ്രീക്കിലുള്ള ഒരു തത്തുല്യമായിരിക്കുന്ന വാക്കാണ് ഈസൂസ് അല്ലെങ്കിൽ യേശു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ ന്യായം വിധിക്കാനല്ല, മനുഷ്യനെ രക്ഷിക്കുവാനാണ്. മനുഷ്യൻ്റെ അവസ്ഥയെ മോശമാക്കുവാനല്ല അവൻ ലോകത്തിലേക്ക് വന്നത്. വിടുതലിൻ്റെയും രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സന്ദേശം ലോകത്തോട് അറിയിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശു നമ്മുടെ രക്ഷകനാണ്. ആരുടെ രക്ഷകനാണ്? വിശ്വസിക്കുന്ന ഏവർക്കും അവൻ രക്ഷകനായിട്ട് തീരുന്നു. ഈ ക്രിസ്തുമസിൻ്റെ കാലത്ത് പലവിധ യുദ്ധഭീഷണികളിലും ഇല്ലായ്മകളിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെ കഴിയുന്ന എൻ്റെ പ്രിയമുള്ള സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ട്രൈ ജീസസ്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി, നിങ്ങളുടെ സ്വന്തം കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആ ക്രിസ്തു നിങ്ങളെ രക്ഷിക്കും. പുതിയ ഒരു ജീവിതം, പുതിയൊരു ദിശാബോധം, പുതിയൊരു ഉത്സാഹം, പുതിയൊരു സന്തോഷം, ദൈവത്തോട് നിസ്തുല്യമായിരിക്കുന്ന ഒരു ബന്ധം അവൻ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കും. ഉറപ്പ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾവിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648.